നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് അഷ്ടമുടിയിലുള്ള മഹീന്ദ്രയുടെ ക്ലബ് മഹീന്ദ്ര എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അപ്പോൾ സംഭവം അത്യാവശ്യം ലക്ഷറീസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഓഫർ വന്നായിരുന്നു. ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഒരു ദിവസം 11 മണി to 6 മണി വരെ നമുക്ക് ഈ റിസോർട്ടിനകത്ത് ആക്സസ് ചെയ്യാം. അതായത് അവരുടെ ഉച്ചക്കലത്തെ ലഞ്ച്, അത് ബൊഫയാണ്, നല്ല അത്യാവശ്യം ലക്ഷറീസ് ആയിട്ടുള്ള ലഞ്ചാണ്. അതും പിന്നെ നമ്മുടെ അവരുടെ പൂളും ഇൻഡോർ ഗെയിംസൊക്കെ ആക്സസ് ചെയ്യാം. നമ്മൾ ബോട്ടിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പേയ്മെൻ്റ് ആവും, അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല. ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് നടന്ന് കാണാം. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ നമ്മളെ ഈ ലഗേജൊക്കെ കൊണ്ടുപോകുന്നത് ഇതിൽ ചെറിയ ഇലക്ട്രിക് വണ്ടി കണക്കുള്ള ഒരു വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഗോൾഫ് ക്ലബ്ബിലൊക്കെ വെച്ചിരിക്കുന്നത്, അത് കണക്കുള്ള സാധനത്തിൽ ലഗേജൊക്കെ കൊണ്ടുപോകുന്നത്. അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. എൻ്റെ വാച്ചിൽ ഞാൻ മൊത്തം ടോട്ടൽ 6500 സ്റ്റെപ്പ് അങ്ങനെയാണ് ഇവിടെ നടന്നത്. അത്രയൊന്നും ഞാൻ അങ്ങനെ നടക്കാറില്ല, 6000 പോലും കഴിയാറില്ല. അപ്പോൾ അത്യാവശ്യം സംഭവമൊക്കെ ഓക്കെയാണ്. ഒരു ദിവസം വന്ന് അടിച്ചു പൊളിക്കാനൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെമ്പർഷിപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇതിലെങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം, നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ, ഒരു വൈബുണ്ട്. നമ്മളിപ്പോൾ 2 ദിവസം ചിലവഴിക്കാൻ വന്നാലും പുറത്തെങ്ങും പോകണമെന്നില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ 2 ദിവസം സ്വസ്ഥമായിട്ടൊരു ലക്ഷറിയസ് ആയിട്ട് നിൽക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു അപ്ഗ്രേഡ് ഉണ്ടാവും. നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ 2 ദിവസം ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ വരും. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം സംഭവമൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനാണ് പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, പുള്ളിയെ വിളിച്ചിട്ട്, പുള്ളി പക്ഷേ ഭയങ്കര സഹകരണമുണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്. വൃത്തിയൊക്കെ ഓക്കെയാണ്. എല്ലാം പക്ക സെറ്റപ്പാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ ഇവിടെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. നമ്മുടെ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട എനിക്കൊന്ന് 1-2 പേര് കണ്ടേ ഉള്ളായിരുന്നു. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അകത്തോട്ടാണ് പോകുന്നത്. അകത്തോട്ട് പോയി അവിടെ എക്സിക്യൂട്ടീവിനെ കണ്ടിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മളവിടെ വെയിറ്റിംഗ് ലോഞ്ച് എന്ന് പറയുന്നത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ പുള്ളി നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. പിന്നെ നമ്മൾ നേരെ പൂളിൻ്റെ സൈഡിലോട്ട് പോകുന്നു. പൂളിൻ്റെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മദർ പൂളും പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടൊരു ചെറിയ സെപ്പറേറ്റ് ഒരു പൂളും ഉണ്ട്. അപ്പോൾ സംഭവം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ വളരെ റയറായിട്ട് 2-3 തവണയൊക്കെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ഫാമിലിയും നല്ല എൻജോയ്മെൻറ്റിലാണ് വന്നത്. അപ്പോൾ നടന്ന് നമ്മളിനിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ കായലിൻ്റെ സൈഡിൽ അവരുടെ ഫ്ലോട്ടിംഗ് റൂമുകളുണ്ട്. അതൊക്കെ മെമ്പേഴ്സിന് മാത്രമേ അലവ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഈ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടൊരു പ്ലാൻ വരുന്നത് വെച്ചാൽ ഒരു 3 വർഷത്തേക്ക് വില കെട്ടി ഞെട്ടേണ്ട 1.5 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു മന്ത്ലി ഒരു 4000 സംതിങ് വെച്ചിട്ടായിരിക്കും വരുന്നത്. അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു ക്വാർട്ടർലിയൊക്കെ നിങ്ങൾ ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ വളരെ യോജിച്ചതാണ്. എനിക്ക് അത് എടുക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി ഇല്ല. എന്നാലും ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് എടുക്കും. അപ്പോൾ അതിലെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുവന്ന് ഡേയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. എത്ര പേരാണെങ്കിലും ഡേയിൽ അവരെയും കൊണ്ടുവന്ന് ആക്സസ് ചെയ്യാം. നമുക്കിതിൻ്റെ അകത്തോട്ടൊന്ന് കയറി കണ്ടുപോകാം. പിന്നെ ഒരു വർഷത്തിൽ 8-10 സ്റ്റേ ആണ് വരുന്നത്. 3 വർഷത്തേക്ക് പാക്കേജ് എടുക്കുകയാണെങ്കിൽ 1 വർഷം 8-10 സ്റ്റേ വരുന്നുണ്ട്. ഒരു ഇന്ത്യക്കകത്തുള്ള എല്ലാ റിസോർട്ടും, അതായത് എനിക്ക് തോന്നുന്നു ദീപാവലി അങ്ങനെയുള്ള ഒക്കേഷനിൽ മാത്രം അതിനെന്തോ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലുമൊക്കെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂവാറാണ് ട്രിവാൻഡ്രത്തുള്ളത്, കൊല്ലത്ത് വരുമ്പോൾ അഷ്ടമുടി, പിന്നെ ഇടുക്കി മൂന്നാറൊക്കെ ഉണ്ട്. ഇതിപ്പം അഷ്ടമുടിയിലുള്ളതാണ്. അതിൻ്റെ ഒരു വൈബൊക്കെ കണ്ടില്ലേ. ഒരു ബാൽക്കണി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ, അത്യാവശ്യം പ്രീമിയമാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കും ഇതിൽ മെമ്പർ ആവണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പുള്ളിയുടെ നമ്പർ തരാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെന്നും എവിടെ ആയാലും ഡീറ്റെയിൽസൊക്കെ തിരക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ റൂം എടുക്കുമ്പോൾ TV ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും വർക്കിംഗ് അല്ലേ. ഇതങ്ങനെയൊന്നും അല്ല. കാരണം ഇത്രയും പൈസയും കൂടെ കൊടുക്കുമല്ലേ. അപ്പോൾ ഒരു മന്ത്ലി ഞാൻ പറയുന്നത് 4000 രൂപയൊക്കെ മുടക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. ക്വാർട്ടർലിയൊക്കെ ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ, ഇന്ത്യ അതായത് കേരളത്തിന് പുറത്തോട്ട് പോകുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഉപയോഗം വരുന്നൊരു പ്ലാനാണ്. പിന്നെ ഇതിലിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് പോയില്ലെങ്കിൽ, അഷ്ടമുടിയിലാണ് വരുന്നതെങ്കിൽ, അഷ്ടമുടിയിലെ ഇവരുടെ എല്ലാ റിസോർട്ടും പക്ക പ്രീമിയമാണ്. ഇപ്പോൾ അഷ്ടമുടിയിലാണെങ്കിൽ 2 ദിവസത്തേക്ക് നമ്മൾ പുറത്തോട്ടൊന്നും പോകുന്നില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. നോൺ മെമ്പേഴ്സിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഫ്ലോട്ടിംഗ് റൂമൊന്നും അലൗഡല്ല. ബാക്കിയുള്ള റൂമുകൾ
പെർ ഡേ എനിക്ക് തോന്നുന്നു 8 രൂപയോ സംതിങ് ആയിരിക്കും, അത്രയും വരുന്നുണ്ട്. പിന്നെ ഇത് സീ ഫുഡിന് വേണ്ടിയിട്ടുള്ള അവരുടെ റെസ്റ്റോറൻ്റാണ്. അവിടെ മെയിനായിട്ടും സീ ഫുഡ് ഐറ്റംസാണ് കൂടുതലും കിട്ടുന്നത്. പിന്നെ അവരുടെ മെയിൻ റെസ്റ്റോറൻറ്റ് അതായത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബൊഫയുടെ ഡീറ്റെയിൽസ് ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ തന്നെ ചെയ്യാം. അതിൻ്റെ അകത്ത് അത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് അടുത്ത വീഡിയോയിൽ ബൊഫെ മാത്രം വെച്ച്. പിന്നെ ഇത് കിഡ്സിൻ്റെ പ്ലേ ഏരിയയാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് അഡൾട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗെയിംസും ഇവിടെ ഉണ്ട്. നമ്മളിപ്പം ഫിലിമിലോ അല്ലെങ്കിൽ ടി വിയിലോ കണ്ടിട്ടുള്ള കുറച്ച് ഗെയിം ഐറ്റംസ് ഉണ്ടല്ലോ, അതും നമുക്കിവിടെ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ചെസ്, ക്യാരം ബോർഡ് അങ്ങനെ നോർമലായിട്ടുള്ള ഗെയിമുകളും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു കംപ്ലീറ്റ് പാക്കേജ് കണക്കാണിത്. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ, അതായത് നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫുഡ് പേയ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇന്നിപ്പോൾ ഓഫറുള്ളതുകൊണ്ട് എനിക്കും വൈഫിനും കുട്ടിക്കും ഫ്രീ ആയിരുന്നു. അത് ഞാൻ അടുത്ത ഒരിടത്തിൽ തന്നെ കാണിക്കാം. ഇത് ഗെയിംസ് കണ്ടില്ലേ, ഇത്രയും ഐറ്റംസാണ് ഉള്ളത് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാം ഒന്നും യൂസ് ചെയ്തില്ല, ജസ്റ്റ് ഒരു ഫൺ ടൈം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പൂളിൽ ഇറങ്ങിയിട്ട് തിരിച്ചു പോകാമെന്നായിരിക്കുന്നു. ഇവിടെ കുറച്ച് പേരൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ വരുന്നതിന് മുമ്പ് കുറച്ചുപേരുണ്ടായിരുന്നു. ലാസ്റ്റ് വരുന്നത് പൂളിലെ വിശേഷങ്ങളാണ്. പൂൾ ഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ പൂള് അലൗഡ് ആവൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. പിന്നെ വെള്ളമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിൽട്രേഷനാണ് കേട്ടോ. പക്ക നീല കളർ തന്നെ ഇരിക്കും. ഞങ്ങൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടറിയാം, ഞങ്ങൾ പോയിട്ടുള്ള റിസോർട്ടുകളിലൊക്കെ പച്ച കളറിലാണ് ഇരുന്നത്. കാരണം അത് ബഡ്ജറ്റഡ് ആയിരുന്നു, ഇത്രയും പ്രീമിയം ഒന്നും അല്ലായിരുന്നു. അപ്പോൾ പൂൾ ഡ്രസ്സ് മസ്റ്റാണ്. പിന്നെ കുട്ടിക്ക് ഞങ്ങൾ ആദ്യം ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ അവർ പറഞ്ഞ് സ്നഗ്ഗിയിട്ട് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. കാരണം മദർ പൂളിൽ ഇറക്കാതെ ഇവിടെ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു, കിഡ്സ് പൂളിൽ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. കുട്ടികൾക്കൊക്കെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ. അപ്പം ആശാൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴൊരു കരച്ചിലേ ഉള്ളൂ, കയറില്ല, കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 5 മണി ആ റേഞ്ചിലൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്തായാലും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ലക്ഷറി ഫീലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു അപ്ഗ്രേഡ് ആയ കണക്കൊരു ഫീലായിരുന്നു. അപ്പോൾ ഇന്നെങ്കിലും ഒരു ബഡ്ജറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ പാക്കേജ് എടുക്കും.